2016 റിലീസായ കോയി കോയി അഥവാ വോയിസ് ലവ് എന്ന ഒരു ജാപ്പനീസ് കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ യൂക്കോയെ കാണിച്ചുകൊണ്ടാണ്. യൂക്കോ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ്. അന്ന് രാവിലെ തന്നെ ഫോണിൽ വന്ന സുഹൃത്തുക്കളുടെ ടിങ് ടിങ് മെസ്സേജിന്റെ സൗണ്ട് കേട്ടാണ് അവൾ ഉറക്കമുണരുന്നത്. അന്ന് അവളുടെ ഹൈസ്കൂളിന്റെ ആദ്യ ദിവസമാണ്. ആളിപ്പോഴേ ലേറ്റ് ആയിട്ടാണ് എണ്ണിക്കുന്നത്. അതുകൊണ്ട് ധൃതിയിൽ സ്കൂളിൽ പോകാനായി ഒരുങ്ങുന്നുണ്ടെങ്കിലും അത്രയ്ക്ക് ഇങ്ങോട്ട് സ്പീഡിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം സ്കൂൾ റീഓപ്പൺ ചെയ്യുന്നതിന്റെ ഭാഗമായി ഒരു പ്രോഗ്രാം ഒരാഴ്ച മുന്നേ സ്കൂളിൽ കണ്ടക്ട് ചെയ്തിരുന്നു. അന്ന് പനി പിടിച്ച അവൾ ഇപ്പോഴും അതിൽ നിന്ന് ഓക്കെ ആയിട്ടില്ല എന്ന് വേണം പറയാൻ. അവളുടെ ഫോണില് ഫ്രണ്ട് ഇപ്പൊ മെസ്സേജ് അയക്കുന്നത്, നീ എന്തായാലും ഇന്നും കൂടി ലീവ് എടുക്ക്, ഇത്രയും ലേറ്റ് ആയ സ്ഥിതിക്ക് കറക്റ്റ് സമയത്ത് സ്കൂളിലെത്താൻ പറ്റില്ല, എന്തായാലും വയ്യാഴിക്കും കൂടി ഉണ്ടായിരുന്നു അല്ലേന്നെല്ലാം ഫ്രണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് യൂക്കോയുടെ സിസ്റ്ററിന്റെ വരവ്. ഒരു ഫ്രണ്ട് ഫോണിലുണ്ടെന്ന് പറഞ്ഞ് ഫോൺ സിസ്റ്റർ യൂക്കോയ്ക്ക് കൈമാറുന്നു. ഇതാരും ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്ന ഈ ഒരു സുഹൃത്തെന്ന് ഡൗട്ടിൽ അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് അവൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ക്ലാസ്സിലെ ലീഡറായ മാറ്റ് എന്ന പയ്യനാണ് വിളിച്ചിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാവുന്നത്. അവന്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അത് എക്സ്ട്രീംലി ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. വോയിസ് കേട്ടിരിക്കാൻ തോന്നുന്ന കണക്കൊരു സൗണ്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എന്താണ് സ്കൂളിൽ ചെയ്യിപ്പിക്കാനായി പോകുന്നത് എന്ന കാര്യം കുട്ടികളെല്ലാം ഇൻഫോം ചെയ്യുന്ന കണക്ക് വിളിച്ചതാണെന്ന് അവൻ പറയുന്നുണ്ട്. ഓറിയന്റേഷൻ പ്രോഗ്രാമും കുട്ടികൾക്കായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പും ഉണ്ടെന്നും അവൻ ഇൻഫോം ചെയ്തു. അവൻ ആ പറഞ്ഞ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഏറെ അവന്റെ വോയിസിലായിരുന്നു അവളുടെ ശ്രദ്ധ മുഴുവൻ. അതിലങ്ങ് ലയിച്ചിരുന്നു പോയെന്ന് പറയാം. എന്തായാലും അങ്ങനെ പിന്നീട് സ്കൂളിലേക്ക് അവൾ പുറപ്പെട്ടു പോകുമ്പോൾ അവൾക്ക് അപ്പോഴും വയ്യാഴിക ശരിക്കും മാറിയിട്ടില്ലാത്തതിന്റെ നല്ല അസ്വസ്ഥതയുണ്ടല്ലോ. ആളങ്ങനെ വയ്യാണ്ടായി വീഴാനായി പോകുമ്പോഴേക്കും ഒരാൾ വന്ന് അവളെ താങ്ങി പിടിക്കുന്നു. ആ ശബ്ദം കേൾക്കുമ്പോൾ ഇത് തന്നോട് സംസാരിച്ച തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ആ ശബ്ദത്തിന്റെ ഉടമയായ മാറ്റ് ആണെന്ന് അവൾ മനസ്സിലാക്കുന്നു. പക്ഷെ അവന്റെ മുഖം കണ്ടപ്പോ അവൾക്ക് പിടികിട്ടിയില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഓൾറെഡി അവനെ അറിയില്ല, അവൾക്ക് നേരിട്ട് കണ്ടു. അതിലുപരി ആകെ വിയേർഡായ ഒരു രീതിയിലായിരുന്നു അവൻ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതായത് അവന്റെ മുഖം കാണാനേ വയ്യ. ഒരു ബ്രൗൺ പേപ്പർ കവർ കൊണ്ട് മുഖം മറച്ചിരിക്കുകയാണ്. കണ്ണിന്റെ സ്ഥാനത്ത് 2 കുത്തുകളും പിന്നെ ഒരു വര വെച്ചുള്ള ചിരിയും മാത്രമാണ് അവന്റെ മുഖത്തെ റെപ്രസെന്റ് ചെയ്യാനായി ആ കവറിൽ ഉണ്ടായിരുന്നത്. ഇതെന്ത് സംഭവം എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അവന്റെ ശബ്ദം അവളെ ഏറെ ആകർഷിച്ചത് കൊണ്ട് തന്നെ അവൾ അങ്ങനെ അവന്റെ കൂടെ ക്ലിനിക്കിലേക്ക് പോകുന്നു. അവൻ ഒരു ലീഡറിന്റെ ഉത്തരവാദിത്തം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുമുണ്ട്. ഇതേ സമയം ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുക്കാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലീഡറായ മാറ്റ് വന്നിട്ടില്ലെന്ന് ടീച്ചർ അറ്റൻഡൻസ് രേഖപ്പെടുത്താനായി ഒരുങ്ങുമ്പോഴേക്കും അവന്റെ സുഹൃത്തുക്കൾ മാറ്റ് വന്നിരുന്നു. അവനിപ്പോ എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലതും മാറിയതായിരിക്കും എന്നെല്ലാം അവന് വേണ്ടി ടീച്ചറിനോട് സംസാരിക്കുന്നു. ഇതേ സമയം സിക് റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന യൂക്കോയെ പരിശോധിക്കാനായി ആ സമയത്ത് അവിടെ നേഴ്സോ ഡോക്ടറോ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് എങ്ങനെയുണ്ടെന്ന് സ്വന്തമായി പരിശോധിക്കാനായി മാറ്റ് ഒരുങ്ങുന്നു. അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു പരിചയമാവുന്നുണ്ട്. കാരണം അവൾക്ക് വയ്യാണ്ട് വന്ന സമയത്ത് ഒരു ലീഡർ എന്ന രീതിയിൽ അവിടെ സിക് റൂമിൽ കൊണ്ട് നാക്കി ആ ഒരു കടമ തീർത്തു പോവാതെ അവളെ വളരെ കെയറോട് കൂടെ നിന്ന് നോക്കിയ ഒരാളും കൂടിയാണല്ലോ അവൻ. പക്ഷേ അവൻ വളരെ വിയേർഡായ രീതിയിൽ മുഖം മറച്ചിങ്ങനെ നടക്കുന്നത് എന്തിനാണെന്ന് അവൾ ചിന്തിക്കാതെ അവനുമായി നല്ല കൂട്ടുകൂടി നടക്കുന്നുണ്ടെങ്കിലും സ്കൂളിലെ എല്ലാ കുട്ടികളും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. അവരുടെ സീനിയർ ആയ ഒരു പയ്യനുണ്ട്, റയോ സ്കൂൾ റൂൾസ് സ്ട്രിക്റ്റ് ആയി ഫോളോ ചെയ്യണം എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും അത് തന്നെ തന്റെ സഹപാഠികളെ കൊണ്ടൊക്കെ ചെയ്യിക്കുകയും ചെയ്യുന്ന ഒരു പയ്യനാണ്. ചില കുട്ടികൾ മാറ്റ് ഇതുപോലെ നടക്കുന്നതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് റയോയെ കാണിക്കുകയും റയോ അതിനെപ്പറ്റി മാറ്റിനോട് ചോദിക്കാനായി തീരുമാനിക്കുകയും ചെയ്യുന്നു. മാറ്റിനെ കുട്ടിക്കാലം മുതൽ അറിയാവുന്ന യു എന്ന പയ്യനും ഇതേ ക്ലാസ്സിൽ തന്നെ പഠിക്കാനായി വന്നിട്ടുണ്ട്. പണ്ട് മുതലേ മാറ്റ് ഇതുപോലെ തലയിൽ പേപ്പർ ബാഗ് വെച്ച് കവർ ചെയ്താണ് നടക്കാറുള്ളതെന്നും കൊച്ചിലെ മുതലേ കണ്ടതുകൊണ്ടായിരിക്കാം തനിക്കതിൽ അസ്വാഭാവികതയൊന്നും തോന്നുന്നില്ല എന്നുമായിരുന്നു യുവിന്റെ സംസാരം. അതേസമയം കുട്ടികളെല്ലാം കൂടി ചേർന്ന് മാറ്റിനെ ടാർഗറ്റ് ചെയ്യാനായി നോക്കുമ്പോൾ യൂക്കോ എന്താ തനിക്കിപ്പോ മാറ്റിനെ സഹായിക്കാനായി ചെയ്യാൻ പറ്റാന്ന് ചിന്തിക്കുകയാണ്. പെട്ടെന്ന് അവൾ അറിയാതെ തുമ്മുകയും ആ തുമ്മലിന്റെ ശബ്ദം കുറച്ച് വലിയ രീതിയിൽ എല്ലാവരുടെയും കാതുകളിൽ എത്തി. എല്ലാവരും ഇതെന്ന മട്ടിൽ അവളെ നോക്കുകയും ചെയ്യുമ്പോൾ അവൾ അവരോട് ഓരോന്നും സംസാരിക്കുന്നു. അങ്ങനെ പതിയെ സംസാരിച്ച് അവരുടെ ശ്രദ്ധ മാറ്റിൽ നിന്ന് മാറ്റിയെടുക്കുന്ന അവൾക്ക് കുറച്ച് ടൈം താൻ പറയുന്നത് കേൾക്കാനായി അവരെ പിടിച്ചു നിർത്താനായി കഴിയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഗ്യാപ്പിന് മാറ്റ് അവന്റെ ഇഷ്ടത്തിന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ മുഖം മറച്ചോ തല മറച്ചോ ഒക്കെ നടക്കുന്നതിൽ ബാക്കിയുള്ളവർക്ക് എന്താ പ്രശ്നം എന്നുള്ള കാര്യം അവരോട് ചോദിക്കുമ്പോൾ കുറച്ചു പേർക്ക് അത് മനസ്സിലായി. അവരും അത് അക്സെപ്റ്റ് ചെയ്ത് മാറ്റിനെ കൂടുതൽ തൊന്തരവ് ചെയ്യാതെ മാറുന്നുണ്ട്. ചിലർ അവനുമായി നല്ല സൗഹൃദത്തിലും ആവുന്നു. ഇതേ സമയം ചില ഗ്രൂപ്പ് അപ്പോഴും അവനെ ടാർഗറ്റ് ചെയ്ത് അവൻ ചെയ്യുന്നതൊക്കെ മോശമായി ചിത്രീകരിക്കാനായി നോക്കുന്നുണ്ട്, അവന്റെ ഈ ഒരു വിയേർഡായ രൂപം കൊണ്ട് തന്നെ. പക്ഷെ അവരെ പോലും തന്റെ പ്രവൃത്തി കൊണ്ടും തന്റെ പെരുമാറ്റം കൊണ്ടും തന്റെ സുഹൃത്തുക്കളാക്കി മാറ്റാൻ ഒരു പ്രത്യേക കഴിവ് അവിടെ മാറ്റ് പ്രകടിപ്പിക്കുന്നു. പക്ഷെ അതിനെല്ലാം തന്നെ അവൻ നന്ദി പറയുന്നത് യൂക്കിയോടാണ്. കാരണം അവളാണ് എല്ലാവരും തനിക്കെതിരെ തിരിഞ്ഞ ഒരു സമയത്ത് കുറച്ചുപേരെങ്കിലും അവന്റെ സാഹചര്യം മനസ്സിലാക്കുന്ന രീതിയിൽ അവന്റെ പക്ഷത്തേക്ക് അവളുടെ സംസാരം കൊണ്ട് മാറ്റിയെടുത്തു. അവൻ അവന്റെ മുഖമാണ് മറച്ചു നടക്കുന്നത്, അതിൽ ബാക്കിയുള്ളവർക്ക് എന്ത് എന്ന ഒരു ചോദ്യം കൊണ്ട്. അങ്ങനെ പിന്നീട് ബാസ്കറ്റ്ബോൾ കളിക്കാനായി ഇൻഡോർ സ്റ്റേഡിയത്തിൽ മാറ്റ് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ സീനിയർ റോയും കുറച്ച് കൂട്ടുകാരും വരുന്നു. ഈ മുഖം മറച്ചു നടക്കുന്നതിന്റെ പേരിൽ മാറ്റിനെ പാഠം
പഠിപ്പിക്കാനായിട്ടാണ് വരുന്നതെങ്കിലും ഇങ്ങനെ മുഖം മറച്ച് നടക്കുന്ന ഒരാളെ ആർക്ക് വിശ്വസിക്കാനാവും? ആരും തന്നെ അങ്ങനെ ഒരാളുമായി സൗഹൃദം സൂക്ഷിക്കാനോ ആളെ വിശ്വസിക്കാനോ സംസാരിക്കാനോ ഒന്നും തന്നെ തയ്യാറാവില്ല എന്നല്ല തന്റെ വാദങ്ങൾ റോയ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മിനി എന്നൊരു പെൺകുട്ടി മുന്നോട്ട് വരികയും അവൾ മാറ്റിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു. അത് കേൾക്കുമ്പോൾ പിന്നെ ഒന്നും തന്നെ സംസാരിക്കാനായി റോയ്ക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അവൾ സ്കൂൾ ഡയറക്ടറിന്റെ മകളാണ്. മാറ്റ് മുഖം മറച്ച് നടന്നാലും അവൻ നല്ലൊരു ക്ലാസ് ലീഡറാണ്. അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല അതാണ്. അത് അവൻ നല്ല അസലായി തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊന്നിന്റെയും പേരിൽ അവനെ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യം ആർക്കുമുണ്ടെന്ന് തോന്നുന്നില്ല എന്നായിരുന്നു മിനിയുടെ സംസാരം. അത് കേൾക്കുമ്പോൾ അത്രയും നേരം ദേഷ്യത്തിൽ മാറ്റിനോട് സംസാരിക്കുകയും അവനെ അപ്പൊ പണിഷ് ചെയ്യുന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിൽക്കുകയുമായിരുന്ന റോയ് ഈ കാര്യത്തെ പറ്റി പിന്നെ സംസാരിക്കാന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിപ്പോകുന്നു. അങ്ങനെ സീനിയർ പോയി കഴിയുമ്പോൾ മാറ്റിന്റെ അടുത്തേക്ക് എത്തുന്ന യുക്കിയോ ആകട്ടെ ഇപ്പൊ അവന് ഒരു പ്രശ്നം നേരിടേണ്ടി വന്നപ്പോ അവൾക്ക് ഇടപെട്ടൊന്നും ചെയ്യാൻ കഴിയാഞ്ഞതിന്റെ പേരിൽ അവനോട് സോറി പറയുമ്പോ അതൊന്നും ഒരു കാര്യമേ അല്ലെന്ന് പറഞ്ഞ് അവൻ അത് ഇഗ്നോർ ചെയ്യുന്നു. അങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോ തന്റെ സഹപാഠികളായ കുട്ടികളുമായി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റിലേഷൻ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായി മാറ്റിന് കഴിയുന്നു. പക്ഷെ അപ്പോഴും മാറ്റിനെ വിടാതെ തക്കം കിട്ടുമ്പോ അവൻ ഈ രീതിയിൽ നടക്കുന്നതിന് അവനെ പണിഷ് ചെയ്യാനായി തന്നെയുള്ള തീരുമാനത്തിലായിരുന്നു സീനിയർ പയ്യനായ റോയും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നത്. അങ്ങനെ വീണ്ടും മാറ്റിന്റെ അടുത്ത് റിയോ പ്രശ്നം ഉണ്ടാക്കാനായി വരുമ്പോ ആ സമയത്ത് യുക്കോ അതിൽ ഇടപെടുന്നു. അപ്പോഴാണ് അവൻ അവളെ കണ്ട് ആകെ ഷോക്കാവുന്നത്. ഷോക്കായി എന്ന് പറഞ്ഞാല് അവളെ അപ്പൊ കണ്ട നിമിഷം തന്നെ അവൻ അവളോട് വല്ലാത്തൊരു ക്രഷ് ഫീൽ ആവുകയും പിന്നീട് അവിടെ നിന്ന് ഒന്നും പറയാനോ ചെയ്യാനോ പറ്റാതെ വേഗം അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. അവളാകട്ടെ താൻ മാറ്റിന് വേണ്ടി സീനിയറിനോട് സംസാരിക്കാൻ വന്നതില് കലിപ്പായി സീനിയർ അവിടെ നിന്ന് പോയെന്നാണ് അപ്പോഴും തെറ്റിദ്ധരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ മിനിക്ക് മാറ്റിനോട് ഭയങ്കരമായ ക്രഷ് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഈ സ്കൂളിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടി അവൾ സ്കൂൾ ഡയറക്ടർ മകളാണെങ്കിൽ പോലും ഒരു പ്രോസസ്സിലൂടെ കടന്നു വരണമല്ലോ. ആ ടീം എൻട്രൻസ് എക്സാം എഴുതണം. ആ ഒരു സമയത്താണ് ആദ്യമായി അവൾ മാറ്റിനെ കാണുന്നത്. അന്ന് മുതലേ അവനോട് ഭയങ്കരമായ ഒരു ഇഷ്ടമാണ്. അവന്റെ മുഖമൊക്കെ കാണാനായി അവൾക്ക് അതിയായ ആഗ്രഹവും ഉണ്ട്. എന്തായാലും അവൻ ഇങ്ങനെ മുഖംമൂടി വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ അവൾ പല കളറിലുള്ള ഇത് കണക്കുള്ള പേപ്പർ ബാഗുകൾ അവന് ഗിഫ്റ്റ് ചെയ്യുന്നു. അവളോടുള്ള താല്പര്യം അവന്റെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും താൻ കൊടുത്തുവിടുന്ന ഏതെങ്കിലും ഒരു പേപ്പർ ബാഗ് ആയിരിക്കും അവൻ നാളെ ക്ലാസ്സിൽ വരുമ്പോൾ വെച്ചോണ്ട് വരിക എന്ന് പോലും അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവനാകട്ടെ അവൾ കാണാതെ ഈ പേപ്പർ ബാഗുകൾ കാണിച്ചിട്ട് ഇതിൽ എനിക്ക് ഏതായിരിക്കും ചേരുക എന്ന് യുക്കിയോട് ചോദിക്കുമ്പോൾ നീ ഇപ്പൊ ഇങ്ങനെയാണോ ഉള്ളത്, അതില് നീ ബെസ്റ്റ് ആണ്, അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വളരെ സത്യസന്ധമായി മനസ്സിൽ തോന്നിയ ഒരു ഉത്തരം അവൾ അതിന് നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം ഇനി പ്രതീക്ഷിച്ച കണക്ക് ആ ഒരു പേപ്പർ ബാഗ് ഒന്നും വെക്കാതെ അവന്റെ തനതായ ആ ഒരു ശൈലിയിലാണ് അവൻ ക്ലാസ്സിലേക്ക് വരുന്നത്. അത് കാണുമ്പോൾ അവൾക്ക് സ്വല്പം നിരാശയുമാവുന്നു. ഇതേ സമയം മിനി മാറ്റിന്റെ അടുത്ത് ഓവറായ ഫ്രീഡം എടുക്കുന്നു. അവന്റെ കാര്യങ്ങളിലൊക്കെ വല്ലാണ്ട് അങ്ങ് ഇടപെടുന്നു, വല്ലാണ്ട് അവനുമായി കൂട്ടുകൂടുന്നു എന്ന കാര്യങ്ങൾ യുക്കി ശ്രദ്ധിക്കുകയും അവൾക്കത് കുറച്ച് ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോ യുക്കി പറഞ്ഞ കണക്ക് തന്നെ അതേ ബ്രൗൺ പേപ്പർ ബാഗ് തന്നെ വെച്ചോണ്ട് വരുന്ന അവൻ പക്ഷെ അതിലെ ആ ഒരു ചിരിക്കുന്ന രീതി കുറച്ച് മാറ്റിയാണ് വന്നിരിക്കുന്നത്. അതായത് അവനിപ്പോ പണ്ടത്തേനേക്കാൾ ഹാപ്പിയാണ് എന്ന് തോന്നിപ്പിക്കുന്നു. അവനിങ്ങനെ ഹാപ്പി ആയി പോകുന്നുണ്ടെങ്കിലും അവന്റെ ഈ മാറ്റങ്ങൾ അവനും മിനിയുമായുള്ള റിലേഷന്റെ ഭാഗമാണോ എന്ന് തെറ്റിദ്ധരിക്കുന്ന യുക്കി ഭയങ്കരമായി അപ്സെറ്റ് ആവുന്നുണ്ട്. യുക്കി ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൻ റൂഫ് ടോപ്പിലേക്ക് ലഞ്ച് ടൈമിൽ അവളെ കൂട്ടിക്കൊണ്ട് പോവുകയും അവന്റെ ഫ്രണ്ടായ യു ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ അവൾക്ക് സമ്മാനിക്കാനായി നൽകിയ ഒരു ബ്രെഡ് അവൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അവൾക്കത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. പകരം അവൾ കഴിക്കാനായി കൊണ്ടുവന്ന ലഞ്ച് ബോക്സ് ആണ് അവന് നൽകുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ടീം രണ്ടുപേരും അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പോൾ അവൾക്ക് ഇത്രയും നാളില്ലാത്ത വലിയൊരു ആവേശം അവന്റെ മുഖം ഒന്ന് കാണണം എന്ന് തോന്നി തുടങ്ങുന്നുണ്ടെങ്കിലും അത് ചോദിച്ചാൽ അവൻ എന്ത് വിചാരിക്കും എന്ന മടിയിൽ അവൾ ചോദിക്കാൻ നിൽക്കുന്നില്ല. ഇതേ സമയം ഇവരിവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അറിയാതെ രണ്ടുപേരെയും വൺ സൈഡായി പ്രണയിക്കുന്ന, അതായത് യുകെ വൺ സൈഡായി പ്രണയിക്കുന്ന നമ്മുടെ സീനിയർ റിയോയും മാറ്റിനെ വൺ സൈഡായി ഇഷ്ടപ്പെടുന്ന മിനിയും അവരെ പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് മാറ്റിനെയും മിനിയും തമ്മിൽ ഡേറ്റിംഗിലാണെന്ന രീതിയിൽ ഒരുപാട് റൂമറുകൾ സ്കൂളിൽ സ്പ്രെഡ് ആവുന്നത് യുകെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്നു. അതേസമയം യുകെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സീനിയർ റോയ് അവളുമായി സംസാരിക്കാനായും പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ സമയം ഒന്നിലും ഫോക്കസ് ചെയ്യാതെ എങ്ങനെ മാറ്റിനെ ഹാപ്പി ആക്കാം എന്ന് മാത്രം ചിന്തിക്കുന്ന അവൾ അവന് പംകിൻ കൊണ്ടുള്ള ഡിഷ് ഭയങ്കര ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി അടുത്ത ദിവസം സ്കൂളിലേക്ക് അവൻ അത് കുക്ക് ചെയ്ത് കൊടുക്കുകയും അവൻ അത് വളരെ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കാണുന്ന യുക്കോ സങ്കടത്തിലാണ് എന്ന് കാര്യം അറിയില്ല. എന്തായിരിക്കും കാര്യം എന്നൊക്കെ മാറ്റ് ഇടയ്ക്ക് ചോദിച്ച കാര്യം ഓർമ്മ വരുന്നു. ഒരുപക്ഷെ നീയും മിനിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന രീതിയിൽ റൂമർ വരുന്നത് കൊണ്ടായിരിക്കാം അവൾ ഡിസ്റ്റർബ്ഡ് ആയത്. അവൾക്ക് നിന്നോട് പ്രണയമായിരിക്കാമെന്നെല്ലാം അവൻ പറയുമ്പോ എനിക്കും അവളെ ഇഷ്ടം തന്നെയാ. പക്ഷെ യുക്കിയോട് എന്റെ ഇഷ്ടം എങ്ങനെ പ്രകടിപ്പിക്കും എന്ന് എനിക്കറിയില്ല. കാരണം ആ ഇഷ്ടം പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ പേപ്പർ ബാഗ് വെച്ച് എന്റെ മുഖം മറച്ചിരിക്കുന്നത് എന്ന കാര്യവും അവളോട് തുറന്നു പറയേണ്ടി വരും. അതെന്നെ വല്ലാതെ ടെൻഷനിലാക്കുന്നു എന്നായിരുന്നു അവന്റെ അഭിപ്രായം. ഒരു പക്ഷെ അവന്റെ മുഖത്ത് എന്തെങ്കിലും അവന്റെ കോൺഫിഡൻസിനെ കുറയ്ക്കുന്ന രീതിയിലെ പാടോ മുറിവുകളോ മറ്റോ ഉണ്ടായിരുന്നത് കൊണ്ടാകാം
അല്ലെ കുട്ടിക്കാലത്തെ അതുമൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാകാം അവൻ ഇങ്ങനെ മുഖം മറച്ച് നടക്കുന്നത്. എന്തായാലും അവന്റെ ലൈഫിൽ അവനിപ്പോ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, നമ്മുടെ യു. അവൾക്കും അവനെ ഇഷ്ടമാണ്. അവൻ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യാനേ അവളും തയ്യാറാണ്. അത് മനസ്സിലാക്കുന്നവൻ അവന്റെ ഫ്രണ്ടായ യു നൽകുന്ന ധൈര്യത്തിൽ അവളെ ചെറിയൊരു പിക്നിക് കണക്ക് യുവിന്റെയും മറ്റൊരു ഇവരുടെ ക്ലാസ്മേറ്റ് ആയ പെൺകുട്ടിയുടെയും കൂടെ ഔട്ടിങ്ങിന് പോകാനായി ക്ഷണിക്കുകയും അങ്ങനെ അവർ ഏറെ ടൈം സ്പെൻഡ് ചെയ്യും. അതിന്റെ ഇടയിൽ അവളോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞ് അവരങ്ങനെ റിലേഷൻഷിപ്പിലാവുകയും ചെയ്യും. അപ്പോഴും അവന്റെ മുഖം എങ്ങനെയായിരിക്കും ഉണ്ടാവുക, എന്തുകൊണ്ടാണ് അവൻ മുഖം മറച്ചിരിക്കുന്നത് എന്ന കാര്യങ്ങളെ പറ്റി അവൾ അന്വേഷിക്കുന്നുമില്ല. അറിയാനായി അവൾക്കൊരു താല്പര്യമുണ്ടെന്ന സൂചന പോലും അവന് നൽകുന്നുമില്ല. കാരണം ഇതൊരു കുഞ്ഞു കഥയാണ്. ഇവരിവിടെ ഒന്നിക്കുന്നിടത്ത് ഈ കഥ അവസാനിക്കുമ്പോൾ മുഖമല്ല നമുക്ക് ഒരാളെ പ്രണയിക്കാനുള്ള മാനദണ്ഡം. ചിലപ്പോൾ ഒരാളോട് അട്രാക്ഷൻ തോന്നാൻ മുഖമോ അല്ലെങ്കിൽ അയാളുടെ ശബ്ദമോ ഒക്കെ ഒരു കാരണമായി മാറിയേക്കാം. പക്ഷെ ആളുടെ ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടർ, നമ്മളോട് കാണിക്കുന്ന പെരുമാറ്റം, അതൊക്കെയാണ് ആ ഒരു ആദ്യം തോന്നുന്ന അട്രാക്ഷനെ പിന്നീട് അങ്ങോട്ട് ഒന്നിച്ചു നിർത്താൻ കാരണമായി മാറുന്ന കാര്യങ്ങൾ എന്ന ആ ഒരു കാര്യം കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.